സച്ചിനും രേവതിനും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ശ്രുതിയോട് പറഞ്ഞിട്ട്, മോളെ ശ്രുതി, എന്താ നിങ്ങളുടെ കാര്യത്തിൽ ഒരണക്കം ഇല്ലാത്ത? ഇതുവരെയായിട്ടും ഒരു കുഞ്ഞെന്ന സ്വപ്നം നീ എനിക്ക് തരില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറഞ്ഞിട്ട്, അത് പിന്നെ ആൻറ്റി, ഞങ്ങളുടെ ബിസിനസ് ഒക്കെ ഒന്ന് പച്ച പിടിച്ചിട്ട് മതിയെന്നാ ഞങ്ങളുടെ തീരുമാനം. അയ്യോ ശ്രുതി, നീ എന്താ ഈ പറഞ്ഞത്? ഇപ്പോഴേ നിങ്ങളുടെ ബിസിനസ്സൊക്കെ നല്ല രീതിക്കല്ലേ പോകുന്നത്. മോളുടെ ബ്യൂട്ടി പാർലറും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, പിന്നെ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറഞ്ഞിട്ടുണ്ട്, അല്ല ഞങ്ങൾ കുറച്ചുകൂടി ഒന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെ മതിയെന്നാ. മോളെ, ഒരു വർഷം കഴിഞ്ഞു, ഇനി എന്തിനാ മാറ്റി വെക്കുന്നത്? അറിയാലോ, നമ്മളെ വേണ്ടെന്ന് വെച്ച് പിന്നെ വേണമെന്ന് നോക്കുമ്പോഴേ ദൈവം തന്നില്ലെങ്കിൽ പിന്നെ കയ്യും കാലിട്ട് അടിക്കേണ്ടി വരും എന്ന് പറയാണ്. അങ്ങനെ ശ്രുതിയോട് പോയിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, മോനെ എത്രയും പെട്ടെന്ന് എനിക്കൊരു കുഞ്ഞിക്കാല് കാണണം. മോൻ്റെ കുഞ്ഞായിരിക്കണം ഈ വീട്ടിൽ ആദ്യം ഉണ്ടാവേണ്ടത്. നീ ആ വീട്ടിലെ മൂത്തത്. പോന്ന പോക്ക് കണ്ടാലേ ആ സച്ചിൻ രേവതി ആയിരിക്കും ആദ്യം അമ്മയും അച്ഛനും ആകാൻ പോണെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ വേണം ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകാൻ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, ഞാനിത് ശ്രുതിയോട് പലതവണ പറഞ്ഞതാ, പക്ഷെ അവള് സമ്മതിക്കുന്നില്ല. അമ്മ തന്നെ ഈ എന്ന് പറഞ്ഞു നോക്ക്. എനിക്കും 10-35 വയസ്സായില്ലേ, ഇനിയെങ്കിലും എനിക്കൊരു കുഞ്ഞു വേണ്ടേ? ഇല്ലെങ്കിലേ ആ കുഞ്ഞിന് 20 വയസ്സാകുമ്പോൾ ഞാനൊരു കിളവനാകും എന്ന് ശ്രുതി പറയുമ്പം അത് ശരിയാ, ഞാൻ എന്തായാലും ശ്രുതിയോടെ കാര്യമായിട്ട് തന്നെ സംസാരിക്കാം എന്ന് പറയാണ്. ശ്രുതി ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പം ചന്ദ്ര അവിടെ കസേരയിലിരിക്കായിരിക്കും. ശ്രുതി, ഒന്ന് നിന്നേ എന്ന് പറയുമ്പോൾ, എന്താ ആൻറ്റി, എന്താ പ്രശ്നം? അല്ല, നീ ഇന്ന് ഓഫീസിലേക്ക് പോകണ്ട. അയ്യോ, എന്തു പറ്റി ആൻറ്റി? ഇന്നല്ല, ഒരു ദിവസം നീ പോകണ്ട. അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞത്? എനിക്ക് പാർലറിൽ പോകണ്ടേ? മാത്രമല്ല സുധീർ ഓഫീസിലും പോകണം, അവിടെയും കുറച്ച് വർക്കുണ്ട്. അതെ, എൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നീ എവിടെന്നെങ്കിലും പോയാൽ മതി. എന്ത് തീരുമാനം? എന്ത് കാര്യത്തിലാണ് തീരുമാനം ഉണ്ടാക്കേണ്ടത്? അത് പിന്നെ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു മുത്തശ്ശി ആവണം. 3 ആമ്പിള്ളേരുണ്ട്, 3 പോത്ത് പോലെ വളർന്നു. ഒരുത്തിന് പോലും ഒരു കുഞ്ഞുകാല് കാണിക്കാൻ പറ്റില്ല ഇതുവരെ. എൻ്റെ മൂത്ത മോൻ സുധിയ. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നതും സുധീനെയും നിന്നെയുമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്കൊരു കുഞ്ഞാവിനെ നിങ്ങൾ തന്നെ തരണം എന്ന് പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, ഓഹോ, അതാണ് കാര്യം ആൻറ്റി, അതിനാണ് പിണങ്ങിയിരിക്കുന്നത്. അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം ആൻറ്റി എന്ന് പറയുമ്പോൾ, ഞാൻ പ്രതീക്ഷയോടെ ഇരുന്നോട്ടെ, ഞാൻ എന്തായാലും ഈ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്, പോയി ഒരു തൊട്ടിൽ കെട്ടാൻ പോവാ. എത്രയും പെട്ടെന്ന് നീ ഗർഭിണിയാവണം. ശരി ആൻറ്റി, സമ്മതിച്ചു. ആൻറ്റിയുടെ ഈ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നിരിക്കും എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ ഭയങ്കര സന്തോഷം നിൽക്കുകയാണ്. പിന്നെ കുഞ്ഞിനുണ്ടാക്കാൻ പോന്നു, തള്ളയ്ക്ക് വേറെ പണിയൊന്നുമില്ല. ഒരെണ്ണത്തിനെ പ്രസവിച്ച പാട് എനിക്കറിയാം. ഇപ്പോഴും അതിൻ്റെ നീറ്റിലായിരുന്നു നെഞ്ചിനകത്ത്. അപ്പോഴാണ് രണ്ടാമത്തേത്, വേറെ പണിയൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ്. ഈ സമയം വർഷയാണെങ്കിൽ മുറിയിൽ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അങ്ങോട്ടേക്ക് ചന്ദ്ര ചെല്ലുന്നുണ്ട്. വർഷ, മോളെ പോകാൻ റെഡിയാവാണോ? അതെ അമ്മേ. എന്താ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ, അല്ല ശ്രീകാന്ത് എവിടെ? അവൻ കുളിക്കാം. ആണോ? ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ വന്നത്. അല്ല, കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 1 വർഷമായില്ലേ? ഞാനേ അമ്പലത്തിലും സംഘത്തിലും ഒക്കെ പോകുമ്പോൾ ഓരോരുത്തർ ചോദിക്കാം, എന്താ 3 മരുമക്കൾക്കും വിശേഷമൊന്നും ഇല്ലേന്ന്. ഞാൻ എന്ത് മറുപടി പറയാനാ? നിങ്ങൾ തന്നെ പറ. ആദ്യമായിട്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു കുഞ്ഞിനെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ ശ്രുതിയോടും പറഞ്ഞു, രേവതിയോടും പറഞ്ഞു, ദീപ മോളോടും പറയാം. രേവതി ചേച്ചിയോട് ആൻറ്റി അങ്ങനെ പറഞ്ഞോ? അങ്ങനെ ഒരു വഴിയൊന്നും ഇല്ലല്ലോ. അയ്യോ അല്ല മോളെ, സത്യമായിട്ട് ഞാൻ പറഞ്ഞു. മോളല്ലെങ്കിൽ രേവതിയോട് ചോദിച്ചു നോക്കിയോ. മോളുടെ അഭിപ്രായം എന്താ? എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞൊക്കെ വേണ്ടേ? ഇത്രയും കാലം നിങ്ങൾ പ്രേമിച്ച് നടന്നു, കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലം നിങ്ങൾ അടിച്ചു പൊളിച്ചൊന്നും നടന്നില്ലേ? ഇനിയിപ്പം നിങ്ങളുടെ ഇടയിലേക്ക് 3ാമതൊരാൾ കൂടി വേണ്ടേ? അതൊക്കെ ഒരു സന്തോഷമല്ലേ? ഫാമിലി വലുതാവണ്ടേ എന്ന് പറയുമ്പം വർഷ പറയുന്നുണ്ട്, അത് പിന്നെ ആൻറ്റി, എനിക്ക് നല്ല പേടിയാ. ഓരോരുത്തരും ഈ ഡെലിവറി സ്റ്റോറിയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ ചങ്കിനകത്ത് വല്ലാത്തൊരു പേടിയാ. അതുകൊണ്ട് ആൻറ്റി, എൻ്റെ വീട്ടിൽ തന്നെ ഒറ്റ കൊച്ചേ ഉള്ളൂ. അതിന് കാരണം അമ്മ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സമയത്ത് അമ്മ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അമ്മ മരണക്കിടക്കെ കിടന്നുകൊണ്ടാ എന്നെ പ്രസവിച്ചത്. അമ്മ ജീവനിരിക്കുന്ന പോലും ആരും ഓർത്തല്ലെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല പേടി ആൻറ്റി. അയ്യോ മോളെ, അങ്ങനൊന്നും ഇല്ല. അത് ചിലർക്കൊക്കെ ഉണ്ടാകത്തില്ലേ ഉള്ളൂ, എല്ലാവർക്കും അങ്ങനൊന്നും ഇല്ലെന്നേ. ഞാൻ തന്നെ 3 പേരെ പ്രസവിച്ചില്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവന്മാർ 3 തടിമാടന്മാരായില്ലേ എന്ന് ചോദിക്കാണ്. അത് ആൻറ്റി പറഞ്ഞത് ശരിയാ, പക്ഷെങ്കിൽ എനിക്ക് നല്ല പേടിയുണ്ട്. വർഷമോളെ, നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വരുക. അതിന് മുമ്പെങ്കിലും ഒരു സന്തോഷ വാർത്ത എന്നെ കേൾപ്പിക്കണം. പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനി ഞാനിത് പറയില്ല. പിന്നെ ശ്രീകാന്തിനോടും മോള് നീ കാര്യം ചർച്ച ചെയ്യണം എന്നും പറഞ്ഞിട്ട് അവിടുന്ന് ചന്ദ്ര ഇറങ്ങിപ്പോവാണ്. ഈ സമയത്ത് ശ്രീകാന്ത് ഇറങ്ങി വന്നിട്ട്, ആരാ സംസാരിച്ചുകൊണ്ടിരുന്നത്? അത് ആൻറ്റി വന്നതാ, നിങ്ങളുടെ അമ്മ.
ആ എന്താ കാര്യം? അത് പിന്നെ എത്രയും പെട്ടെന്ന് ആന്റിക്ക് ഒരു മുത്തശ്ശി ആവണമെന്ന്, അതിന് നമ്മൾ സമ്മതിക്കണമെന്ന്. ആഹാ, അത് ഞാനും പറഞ്ഞ കാര്യമല്ലേ. എന്താ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ഒന്ന് പോ ശ്രീകാന്തേ, ഞാൻ പറഞ്ഞില്ലേ അന്ന് ശ്രുതി ചേച്ചി പറഞ്ഞതും അതുപോലെ എൻ്റെ അമ്മ പറഞ്ഞൊക്കെയുള്ള കാര്യങ്ങൾ കേട്ട് എനിക്ക് ആകെപ്പാട് ടെൻഷനും പേടിയാ. ആ ഒരു സംഭവം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാ. എൻ്റെ പൊന്നു വർഷേ, അങ്ങനൊന്നുമില്ല. നമുക്കൊരു ഡോക്ടറെ കണ്ടിട്ട് നിന്റെ ഈ കാര്യങ്ങളെല്ലാം ക്ലാരിഫൈ ചെയ്യാം. അപ്പം നിന്റെ പേടിയൊക്കെ അങ്ങ് മാറിക്കോളും. പിന്നെ അതൊക്കെ രസമല്ലേ. വിശേഷം ഉണ്ടാകുന്നൊരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യലാ. നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഭൂമിയിലേക്ക് ഒരു ജീവനെയാണ് നീ കൊടുക്കാൻ പോണത്. അത് മറ്റാർക്കെങ്കിലും പറ്റുന്ന കാര്യമാണോ? ഈ പറഞ്ഞ പുരുഷന്മാർക്ക് അത് സാധിക്കുന്ന കാര്യമാണോ? നിങ്ങൾ സ്ത്രീകളെ കൊണ്ട് മാത്രമല്ലേ പറ്റുള്ളൂ. ഒരു ജീവനെ ഈ ഭൂമിയിലേക്ക് തരിക എന്ന് പറഞ്ഞത് എൻ്റെ പുണ്യമുള്ള കാര്യാ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്നൊക്കെ പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, നീ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേങ്കിൽ എനിക്ക് ആ ഒരു സമയത്തെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നല്ല പേടിയാ. ഒന്നും പേടിക്കാനില്ല. എന്തായാലും നമുക്ക് അമ്മ പറഞ്ഞതല്ലേ, ഒരു ഡോക്ടറെ പോയി കണ്ടു കളയാം. നിന്റെ സംശയങ്ങളെല്ലാം മാറ്റാം, നിന്റെ പേടിയും ക്ലിയർ ചെയ്യാം, എന്നിട്ട് നമുക്കതിന് പ്രൊസീഡ് ചെയ്യാം എന്ന് പറയുമ്പോൾ എന്തായാലും നോക്കാം എന്ന് ശ്രീകാന്തിനോട് വർഷ പറഞ്ഞിട്ട് രണ്ടുപേരും ഓഫീസിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ രേവതിയോട് മാത്രം ഈ കാര്യം പോയിട്ട് നമ്മുടെ ചന്ദ്ര പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ, രേവതി ഗർഭിണിയാവുന്നതും സച്ചിൻ രേവതി സന്തോഷമായിട്ടിരിക്കുന്നത് നമ്മുടെ ചന്ദ്രയ്ക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത കാര്യമാണല്ലോ. അവർ സന്തോഷിച്ചിരിക്കുന്നതോ സ്നേഹിക്കുന്നതോ ഒന്നും നമ്മുടെ ചന്ദ്രയ്ക്ക് ഇഷ്ടമേ ഇല്ല. അതുകൊണ്ട് തന്നെ രേവതിയെ പറ്റി കാര്യം പറയുന്ന കൂടി ഇല്ല കേട്ടോ. രേവതി പറയണ്ട, സ്വന്തം മകനാണല്ലോ സച്ചി. അവനോട് പോലും തുള്ളി സ്നേഹമില്ലാത്ത ഒരു മനസ്സിലാത്തൊരു സ്ത്രീയായി പോയി ചന്ദ്ര. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഹാളിൽ ഇങ്ങനെ ഇരിക്കായിരിക്കും. ഈ സമയത്ത് രേവതിയും പൂവൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഓ, അവൾ ഇറങ്ങി പൂക്കോടയായിട്ട് എന്ന് വെച്ചാൽ അവൾ ആരാണെന്ന് അറിഞ്ഞില്ലേ എന്ന് പറയുമ്പം രേവതി പറയുന്നുണ്ട്, അമ്മേ ഞാൻ പൂ കച്ചവടം ചെയ്യാനായിട്ട് ഇറങ്ങാണ്. ഒരു ദിവസം 10,500 രൂപ ഞാൻ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അതെനിക്ക് ധാരാളമാണ്, അതെനിക്ക് മതി. പിന്നെ അമ്മയുടെ ബാക്കി 2 മരുമക്കളും ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്തെക്കാളും കൂടുതലേ ഒരു മാസം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതെനിക്ക് മതി. ഈ വീട്ടിലെ ജോലി ചെയ്യുന്നതും ഞാൻ തന്നെയാണല്ലോ, അതിന് മാറ്റമൊന്നും ഇല്ലല്ലോ. പിന്നെ അമ്മ ഇവിടെ മിണ്ടാതിരുന്നാൽ മതി എന്ന് പോകാൻ ഇറങ്ങുമ്പോൾ അമ്മ തുടങ്ങിക്കോളും എന്ന് പറയുമ്പോൾ ചന്ദ്രൻ ഞെട്ടി ചാടി എണീക്കാണ്. ആഹാ, അവളുടെ നാക്ക് കണ്ടില്ലേ, അവൾ പറയുന്നത് കേട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ രവി പറയാണ്, മോള് വേറെ ആരോടെങ്കിലും സംസാരിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല. അവളങ്ങനെ പറയുന്നുണ്ടെങ്കിലേ അത് നിന്റെ കയ്യിലെ കുഴപ്പം കണ്ടാ. നിന്റെ നാക്ക് അടങ്ങിയിരിക്കാത്തതുകൊണ്ടാ മോൾ അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. നീ മര്യാദക്കിരിക്കുകയാണെങ്കിൽ അവളങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ആരുടെ ഭാഗത്തെ കുഴപ്പമൊന്നേ നീ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്നും പറഞ്ഞിട്ട് അവനവിടുന്ന് രവി അവിടെ നിന്ന് പോവാൻ കേട്ടോ. ചന്ദ്രൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കലിപ്പിച്ച് തുള്ളി ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഓ ഈ നാശം പിടിച്ചോളം മാത്രം ഒരു കാലത്തും ഒരു ഗർഭിണിയാവല്ലേ, ഒരമ്മയാവല്ലേ എന്ന് പറഞ്ഞ് പ്രാഗിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് തിരിച്ചു ചെയ്യുന്നുണ്ട് സച്ചിൻ രേവതിയും കൂടെ കൂടിയിട്ട്. രേവതി പറയാണ്, ഇന്നിനിപ്പോൾ വയ്യ സച്ചിയേട്ടാ, എനിക്കൊന്ന് നല്ല ക്ഷീണം പോലെ, ഞാൻ ഇച്ചിരി നേരം പോയി കിടക്കട്ടെ. ശ്രുതിയൊക്കെ വന്നു പിന്നെ റൂമിൽ കിടക്കാനാവില്ല, ഹാളിൽ കിടക്കേണ്ടി വരത്തില്ലേ. ഞാനുണ്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് ഇച്ചിരി നേരം പോയി കിടക്കട്ടെ, AC ഓണാക്കി കിടക്കണം, നല്ല ചൂട് പുറത്ത്, എന്തോ ഭയങ്കര ക്ഷീണം പോലെ എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയാണ്, നീ പോയി കിടന്നോ, അതിനിപ്പോൾ ആരെന്ത് പറയാനാ, നിനക്ക് വയ്യെങ്കിൽ അവരെ രണ്ടുപേരെ ഞാൻ അടിച്ച് പുറത്താക്കില്ലേ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതിൻ്റെ പേരിൽ ഇനി ഇവിടെ ഒരു പ്രശ്നം വേണ്ട. ഉച്ച സമയം അവരിനെന്തായാലും വൈകുന്നേരമല്ലേ വരുള്ളൂ, അതുവരെ എനിക്ക് കിടക്കാലോ എന്ന് പറയുമ്പം സച്ചി പറയാണ്, നമ്മളുടെ ആ പൈസ തിരിച്ചു കിട്ടി, നമ്മുടെ ആ പൈസ കൊണ്ട് നമുക്കൊരു മുറി പണിയായിരുന്നല്ലേ, എന്ത് ചെയ്യാനാ, അതെല്ലാം അങ്ങനെയായി പോയില്ലേ എന്ന് പറയുമ്പോൾ സാറില്ല സച്ചിയേട്ടാ, നമ്മൾ സ്വരുക്കൂട്ടി കുറച്ച് എത്തിയല്ലോ, ഇനി കുറച്ചുകൂടി അല്ലേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് നമ്മളൊരു ഒരു റൂം പണിയും, നമ്മുടെ മാത്രമായിട്ടുള്ളൊരു റൂം എന്ന് പറഞ്ഞ് രേവതി എത്തിരി സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ സച്ചി കിടന്നോളാൻ പറഞ്ഞിട്ട് AC ഒക്കെ ഓണാക്കി അവളെ അവിടെ കിടത്താണ്. അപ്പോഴേക്ക് ചന്ദ്ര വന്നിട്ട്, അല്ല അവൾ എന്തിയേ, അല്ല അമ്മ എന്തിനാ ഇപ്പം അവളെ അന്വേഷിക്കുന്നത്, അവൾക്ക് സുഖമില്ല, അവൾ കിടക്കാണെന്നോ, രാവിലെ പുതുത്തിച്ചിട്ട് പോയ തുണി മൊത്തം അവിടെ ഇരിക്കുകയാണ്, നല്ല പട്ടുസാരിയാക്കിയാ എൻ്റെ പുതിയ സാരികൾ, അത് വാഷിംഗ് മെഷീൻ ഇടാൻ പറ്റില്ല, അവിടെ ഒന്ന് അലക്കി തരാൻ പറ. അല്ല അമ്മയുടെ കൈക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, അമ്മ ഇവിടെ തളർവാദം പിടിച്ച് കിടക്കാണോ? അല്ലല്ലോ, വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഇവിടെ 24 മണിക്കൂറും ചുമ്മാ ഇരിക്കുകയല്ലേ, മൂക്ക് മുട്ട കഴിച്ചുകൊണ്ട് ഇവിടെ അനങ്ങാതിരിക്കുകയല്ലേ, എന്തെങ്കിലുമൊക്കെ ജോലി ഈ ശരീരം ഒന്ന് അനങ്ങട്ടെ. നീ എന്താടാ പറഞ്ഞത് കേട്ടില്ലേ, വേണമെങ്കിലേ സ്വന്തം തുണി പോയി അലക്കാനായിട്ട് എൻ്റെ ഭാര്യനെ അതിന് കിട്ടില്ല, അവൾക്ക് സുഖമില്ലാതെ ഇത്രയും നേരം ജോലിയും കഴിഞ്ഞിട്ട് വന്ന് കുറച്ചേരം കിടക്കുക, അവളവിടെ കിടക്കട്ടെ, അമ്മ വേണമെങ്കിലേ പോയി അമ്മയുടെ സാരി അങ്ങോട്ട് കഴുകിയിട്ടാൽ മതി, രേവതി എങ്ങാണെ ശല്യപ്പെടുത്തിയത് ഞാൻ അറിഞ്ഞ, പിന്നെ അമ്മയാണെന്ന് ഞാൻ നോക്കില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് സച്ചി അടുക്കളയിലേക്ക് പോവാണ്. ഈ സമയത്ത് രവി പറയുന്നുണ്ട്, നിന്റെ അമ്മയ്ക്ക് അത് ആവശ്യമാണ്,
എടാ ഉടുത്ത സാരി പോലും അല്ലടാ. ഞാൻ നോക്കിയപ്പോൾ അലമാരിക്കകത്ത് 2-3 സാരി എടുത്ത് രേവതി വരുന്ന കണ്ടപ്പോൾ ഓടിക്കൊണ്ട് കുതിർത്തു വെക്കുക. മനഃപൂർവ്വമായിട്ട് രേവതിനെ ശല്യപ്പെടുത്താനും അവളെ കൊണ്ട് ജോലി ഏൽപ്പിക്കാനായിട്ട് നീ പറഞ്ഞാൽ നന്നായി. ഇനി തന്നെത്താനെ അവൾ പോയി അലക്കിയിരട്ടെ എന്ന് പറയാണ്. ഈ സമയം ചന്ദ്ര വേണ്ടായിരുന്നു, വെറുതെ കൊണ്ടേ മുക്കി വെച്ചു. ഇനി ചുമ്മാ ഊരിപ്പിഴിഞ്ഞാൽ ഇട്ടേക്കാം എന്നും പറഞ്ഞ് ടെറസിന്റെ മുകളിലേക്ക് പോയിട്ട് അത് ഊരിപ്പിഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഈ സമയം രവിയോട് നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിന്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു രേവതി, സോറി ചന്ദ്രേ, മര്യാദയ്ക്ക് അലമാരിക്കകത്ത് മടക്കി വെച്ചിരുന്ന സാരിയല്ലേ, അത് രേവതിയെ കണ്ടപ്പോൾ അവളെ കൊണ്ട് പണിയിപ്പിക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം എടുത്ത് കൊണ്ട് മുക്കി വെച്ചതല്ലേ. അനുഭവിക്ക് ഇങ്ങനെ തന്നെ വേണം. ഇത്രയ്ക്ക് ശത്രുതയും ദേഷ്യവും ഒരാളുടെ പാടില്ല. ആ കൂട്ടി നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? കാശില്ലാത്ത വീട്ടിൽ ജനിച്ചത് അവളുടെ കുറ്റമാണോ? അതെ, നിങ്ങളോട് ഒന്നും പറയണ്ട, എനിക്ക് കേൾക്കുകയും വേണ്ട. കേൾക്കണം, നീ കേറിട്ട് പോയാ മതി. ശ്രുതിയും വർഷയും നിനക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? നീ വയ്യാതെ കിടന്നപ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം ഈ വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് ആ കുട്ടി ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നില്ലേ? ദാ പുറത്തു പോയി സമ്പാദിക്കുന്നുണ്ട്. വേറെ എന്ത് വേണം? നിന്റെ മറ്റു മരുമക്കളെക്കാട്ടിലും എന്തുകൊണ്ട് സ്വഭാവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവളുടെ വാല്യൂ ഒന്ന് വേറെ തന്നെയാ. പക്ഷേ നിനക്കത് മനസ്സിലാവുന്നില്ലല്ലോ. നിനക്ക് എപ്പോഴും കാശുള്ള മരുമക്കളാണ് വലുത്. അതെ, നിന്റെ ജീവിതം നശിപ്പിക്കത്തേ ഉള്ളൂ. നീ ഓർത്താ കൊള്ളാം. ഓ ശരി, അങ്ങ് ഓർത്തേക്കാം എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചന്ദ്ര താഴേക്ക് ഇറങ്ങിപ്പോവാണ്. എത്ര പറഞ്ഞാലും ഇവളുടെ തലമുണ്ടയ്ക്ക് കയറില്ല എന്നും പറഞ്ഞുകൊണ്ട് രവിയും പിന്നാലെ തന്നെ പോകുന്നുണ്ട്. ഈ സമയം സച്ചി വന്ന് ഫുഡ് കഴിക്കായിരിക്കും. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, നീ രേവതിക്ക് ഭക്ഷണം കൊടുത്തോ? ഞാൻ ചോദിച്ചാ ഇപ്പം വേണ്ട, എന്തോ പോലെ വരുന്നു പറഞ്ഞ കിടക്കാണ്. ഞാൻ കുറെ നിർബന്ധിച്ചു, കുറച്ച് ചേർന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് കിടക്കാം, അതുകൊണ്ട് ശല്യപ്പെടുത്തിയില്ല. എന്തായാലും ഇച്ചിരി കഴിയുമ്പോൾ പോയി വിളിച്ചു നോക്കാം. AC ഒക്കെ ഇട്ട് ഒന്ന് കുറച്ചു നേരം കിടക്കട്ടെ. എന്ത് ചെയ്യാനാച്ചാ, ഞങ്ങളീ തറയിൽ കൊതുകടിയും കൊണ്ട് ഫാനിങ്ങനെ കിടക്കല്ലേ, ഫാനാണല്ലോ കാറ്റ് കൂടിയില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എനിക്ക് നല്ല സങ്കടമുണ്ട്. എന്ത് ചെയ്യാനാ, ഒരു മുറി പണിയാനായിട്ട് ഇതുവരെ നമ്മളെ കൊണ്ട് സാധിച്ചില്ലല്ലോടാ. ഒരു 7 ലക്ഷം രൂപ എടുക്കാൻ നമ്മളിൽ ഉണ്ടാവുന്നില്ലല്ലോടാ എന്നൊക്കെ പറയുമ്പം സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങൾ കുറേ പൈസ ശേഖരിച്ച് ഞങ്ങളൊരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്നിട്ട് വേണം ഞങ്ങൾക്കൊരു മുറി പണിയാനായിട്ട് എത്രയും പെട്ടെന്ന്, കൂടിപ്പോലൊരു 3 മാസം. അതിനു മുമ്പേ ഞാൻ ആ മുറി ഫിനിഷ് ചെയ്യച്ചാ എന്ന് പറയുമ്പം ചെയ്യണവടാ, രേവതിമോടെ ശബ്ദം നീ പാലിക്കണം. എൻ്റെ ഭർത്താവ് അധ്വാനിച്ച് ഇവിടെ ഒരു റൂം പണിയുന്നാണല്ലോ നിന്റെ ഭാര്യ പറഞ്ഞത്, അവ തന്നെ സാധിപ്പിച്ചു കൊടുക്കണം എന്ന് പറയാൻ കേട്ടോ. ഇവിടെയുള്ള മറ്റു മരുമക്കളുടെയും നിന്റെ അമ്മയുടെയും ഒക്കെ മുമ്പിൽ അവളുടെ തല നീ കുനിക്കരുത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ ആഗ്രഹം നീ സാധിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും രേവതിയെ പോയി സച്ചി വിളിക്കാൻ കേട്ടോ. അപ്പൊ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എനിക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നുന്നു. നീ ഭക്ഷണം കഴിക്കാതെ ഇത്രയും നേരം വെയിലത്തൂടെ നടന്നിട്ടാ ഇങ്ങോട്ട് എണീച്ചെന്ന് ഭക്ഷണം കഴിക്കാം. സച്ചിയേട്ടാ എനിക്കൊന്നും വേണമെന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, മര്യാദയ്ക്ക് ഇങ്ങോട്ട് എണീച്ചു വന്നേ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ സച്ചി. രവി ചോദിക്കാണ്, മോളെ എന്താ പറ്റിയത്, എന്താ മോക്ക് ഇത്ര ക്ഷീണം എന്ന് ചോദിക്കുമ്പം അറിയില്ല അച്ഛാ, രാവിലെ പോയപ്പോൾ മുതലേ എന്തോ ഒരു വല്ലായ്മ പോലെ തോന്നിയിരുന്നു. നല്ല വെയിലില്ലായിരുന്നോ, ആ വെയിലടിച്ചിട്ടായിരിക്കും എനിക്ക് നല്ല തലകറക്കം പോലെ തോന്നിയതാ. വന്ന് കിടന്നപ്പോഴാ ഒരു സമാധാനം ആയത്. ഇപ്പോൾ ഫുഡ് കഴിക്കണമെന്ന് തോന്നില്ല, എനിക്കെന്തോ വല്ലായ്മ പോലെ എന്ന് പറയുമ്പോൾ എങ്കിലേ എത്രയും ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ. വെയിൽ നീ പ്രഷർ താന്നതോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലോ ആദ്യം നീ കുറച്ച് ഫുഡ് കഴിക്കുക, എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. എനിക്ക് സച്ചിയേട്ടാ വേണമെന്നില്ല സച്ചിയേട്ടാ എന്ന് പറയുമ്പോഴേക്കും സച്ചി പാത്തിൽ ചോറെടുത്ത് അവളുടെ വായിൽ വെച്ച് കൊടുക്കാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ രേവതി പോയിട്ട് ഛർദ്ദിക്കുന്നുണ്ട് കേട്ടോ, വൊമിറ്റ് ചെയ്യാണ്. ഈ സമയത്ത് സച്ചി അയ്യോ എന്താ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് പുറകെ പോയി തിരുമ്മിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്താ രേവതി എന്താ പറ്റിയെന്ന് ചോദിക്കാണ്. അറിയില്ല സച്ചിയേട്ടാ, ഞാൻ പറഞ്ഞില്ലേ എനിക്കെന്തോ വയ്യാഴിക പോലെ, എനിക്ക് ചോറ് വേണ്ട സച്ചിയേട്ടാ എന്ന് പറയുന്നുണ്ട്. ഡാ വേണ്ടെങ്കിൽ കൊടുക്കണ്ട, നീ പോയിട്ടെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം പിഴിഞ്ഞ് മോക്ക് കൊടുത്തേ, എന്നിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കേ എന്ന് പറയാണ്. ശരി അച്ഛാന്നും പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കാണ്. എന്നിട്ട് രേവതി നിർബന്ധിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നുണ്ട്. ചന്ദ്ര ചോദിക്കാണ്, ഈ സമയത്ത് അവളെന്തിനാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്? അതിപ്പോൾ നിന്നോട് പറഞ്ഞ കാര്യമൊന്നുമില്ല, നീ അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ, നീ പോയി നിന്റെ കാര്യം നോക്കാൻ നോക്ക് എന്നും പറഞ്ഞ് രവി പോകുമ്പോഴേക്കും ഇങ്ങായിരുന്നു എന്നോട് ദേഷ്യപ്പെടുന്നേ എന്നും പറഞ്ഞ് ചൂടായിക്കൊണ്ട് അവളും അവിടെ നിൽക്കാണ്. അങ്ങനെ നമ്മുടെ രേവതിനെയും
കൊണ്ട് സച്ചി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ചെന്ന് ടെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. വന്നിട്ട് ഡോക്ടർ ചോദിക്കുകയാണ്, അല്ല രേവതി, എത്ര ദിവസമായി ഇതുപോലെ ക്ഷീണ തളർച്ചയൊക്കെ തുടങ്ങിയിട്ട്? അത് പിന്നെ 5-6 ദിവസമായിട്ട് എന്തോ ഒരു മാറ്റം പോലെ ഫീൽ ചെയ്തു. ഇന്ന് എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തത്, ഞാൻ പൂവിക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് എൻ്റെ സ്കൂട്ടിയിലാണ്. അപ്പം നല്ല വെയിലടിച്ചപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി വീട്ടിലേക്ക് വന്ന് കിടക്കായിരുന്നു. ഫുഡ് കഴിച്ചപ്പോഴേക്ക് ഛർദ്ദിക്കാൻ വന്നു എന്ന് പറയുന്നുണ്ട്. അതേ ഡോക്ടറെ, ഇവളെ നേരത്തിന് ആഹാരം ഒന്നും കഴിക്കില്ല, പണിയാണെങ്കിലോ ചത്ത് കിടന്ന് പണിയാ, വീട്ടിലെ ജോലി, പൂവ് കച്ചവടം എന്നും പറഞ്ഞൊരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയാണ്, എങ്കിലേ ഇനി കുറച്ച് നാളത്തേന് അടങ്ങിയിരിക്കണം, റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ. അയ്യോ ഡോക്ടറെ, എന്താ രേവതിക്ക് പറ്റിയത്, എന്താ അവൾക്ക് അസുഖം എന്ന് പറയുമ്പോൾ, ഒന്ന് പേടിക്കാതിരിക്കടോ, അവൾക്ക് അസുഖമൊന്നുമില്ല, സന്തോഷമുള്ള കാര്യം തന്നെയാണ്. രേവതി ഒരമ്മയാവാൻ പോവാ, താന് ഒരച്ഛനാവാൻ പോവാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് വിശ്വസിക്കാനാവാതെ സച്ചി ഇങ്ങനെ മിഴിച്ചിരിക്കുകയാണ്. ഡോ, എന്താ പറഞ്ഞത് വിശ്വാസമായില്ലേ? താനെ ഒരച്ഛനാവാൻ പോവാണെന്ന്. ആണോ എന്ന് പറഞ്ഞ് ഡോക്ടറിന് കൈ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ രേവതി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. രേവതി ആണെങ്കിൽ ചിരിക്കാം കേട്ടോ. ഈ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഈ കുട്ടിയുടെ ബോഡി നല്ല വീക്കാ. ഇതുപോലെ ഓടി നടന്ന് പണിയെടുത്താലും ബോഡി വീക്കാവേണ്ടതല്ല. പക്ഷെങ്കിൽ ശരിയായ സമയത്ത് കൃത്യമായി ഫുഡ് കഴിക്കാത്തതുകൊണ്ടാ ബോഡി ഇത്രയ്ക്കും വീക്കായിരിക്കുന്നത്. ഞാനതുകൊണ്ട് കുറച്ച് ടാബ്ലറ്റ് ഒക്കെ എഴുതുന്നുണ്ട്, അത് കൃത്യമായി കഴിക്കണം. പിന്നെ പ്രോട്ടീനും കാൽഷ്യവും മിനറൽസും ഒക്കെ അടങ്ങിയ ഫുഡ് നല്ലവണ്ണം കൊടുക്കണം. അതെല്ലാം ഞാനിവിടെ എഴുതി തരാം. അതുപോലെ തന്നെ ഇനി ഓടി നടന്ന് പണിയൊന്നും ചെയ്യാൻ പാടില്ല. വെയിറ്റ് എടുക്കാനോ അതുപോലെ ഒരുപാട് കുനിഞ്ഞെന്നും അതുപോലെ ഒത്തിരിയുള്ള ജോലികളൊന്നും തന്നെ ചെയ്യണ്ട. ജോലിയൊക്കെ കുറച്ച് മതി. 3 മാസത്തേക്ക് നന്നായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പൂക്കച്ചവടത്തിന് സ്കൂട്ടിയിലാണ് പോകണമെന്നല്ലേ പറഞ്ഞത്, ആ തൽക്കാലം വേണ്ട. 3 മാസത്തിന് അത് ഭയങ്കരമായിട്ട് അപകടം ചെയ്യും. അതുകൊണ്ട് അതെന്തായാലും തൽക്കാലം നിർത്തിവെക്കുക, അതിന് മറ്റെന്തെങ്കിലും മാർഗം നോക്കിയാൽ മതി എന്ന് പറയാണ്. സച്ചി പറയുന്നുണ്ട്, അതെല്ലാം ഏറ്റു, അവളെ ഒന്നും ചെയ്യിപ്പിക്കില്ല, എല്ലാം ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ, ശരി, അടുത്ത മാസം ചെക്കപ്പിനായിട്ട് വരണം. അടുത്ത മാസം ഒരു സ്കാനിങ് ഉണ്ട്, അത് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കൺഫേം ചെയ്യാം എന്ന് പറയാണ്. അങ്ങനെ സച്ചി രേവതിയെ കൊണ്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാണ്. ഹോ, അച്ഛനൊക്കെ ഇത് അറിയുമ്പോഴേ ഭയങ്കര സന്തോഷമായിരിക്കും. എന്തായാലും ഇനി 3 മാസത്തേക്ക് പൂക്കച്ചവടം വേണ്ട, ഒന്നും വേണ്ട. സച്ചിയേട്ടാ, എൻ്റെ കസ്റ്റമേഴ്സൊക്കെ അങ്ങനെ ആയാലും എന്ത് ചെയ്യും? ഈച്ചയുണ്ടല്ലോ, അന്നത്തെ പോലെ നിന്റെ വണ്ടിയും കൊണ്ട് അവൻ പൊക്കോളും. അവന് അതിനുള്ള ചാർജ് നീ കൊടുത്താൽ മതി. നിനക്ക് വരുന്നുണ്ട് എക്സ്ട്രാ പൈസയിൽ കുറച്ചവന് കൊടുത്താൽ മതിയല്ലോ, അവനൊരു വരുമാനമാകും. നീ ഇപ്പം തൽക്കാലം പോകണ്ട, വീട്ടിൽ ഇരുന്ന് പൂവ് കെട്ടിയാൽ മതി. ബാക്കി എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തും തരാം എന്ന് പറയാണ്. എങ്കിലും അങ്ങനെ അകത്ത് അടച്ചുമുടി കിടക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. അത്രയും ആ കാലില്ലാതിരുന്ന 1.5 മാസം തന്നെ എങ്ങനെ ഇരുന്നു എന്ന് എനിക്കറിയില്ല. സച്ചി പറയാണ്, അതൊക്കെ ഇരിക്കാം, കാരണേ ഇനി ക്ഷീണം തളർച്ചയൊക്കെ കൂടാൻ പോവാം. അപ്പൊ പിന്നെ അങ്ങനെ ഇരുന്നോണ്ട് ഒരു കുഴപ്പമില്ല, നീ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറ്റുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു ബേക്കറിയുടെ മുമ്പിൽ കൊണ്ട് നിർത്താണ്. അവിടുന്ന് ലഡു ഒക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൊണ്ട് രേവതിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ശ്രീകാന്തും വർഷയൊക്കെ വരും. അവർക്കിത് കേട്ടാലേ വലിയ സന്തോഷമാകും. പക്ഷേ നമ്മുടെ അമ്മയ്ക്കും ശ്രുതിക്കും വലിയ സന്തോഷമൊന്നും കാണില്ല. അയ്യോ സച്ചിയേട്ടാ, അച്ഛനെ വിളിച്ച് പറയണ്ടേ? പിന്നല്ലാതെ ആദ്യം അറിയിക്കേണ്ടത് എൻ്റെ അച്ഛമ്മേനെയാ. അത് കഴിഞ്ഞിട്ടേ ഞാൻ അച്ഛനെ പോലും അറിയിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അച്ഛമ്മേനെ വിളിക്കുന്നുണ്ട്. എന്താടാ സച്ചി, എന്നെ നീ പ്രത്യേകമായിട്ട് വിളിച്ചത്? അത് പിന്നെ ഒരു കാര്യം പറയാനാ. എന്താടാ സച്ചി? ഞാനേ രേവതിക്ക് വയ്യാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കായിരുന്നു. ഈശ്വര, എൻ്റെ മോക്ക് വീണ്ടും എന്താ പറ്റിയത്? അതൊക്കെയുണ്ട്. എൻ്റെ അച്ഛമ്മേ ഒരു മുതുമുത്തശ്ശിയാവാൻ പോവാ. എന്താണ് സച്ചി പറഞ്ഞത്? അതേന്ന്, രേവതി ഗർഭിണി അച്ഛമ്മേ എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഈശ്വരൻ കാത്തു. ഇന്നലെ കൂടി അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ എന്ന് പറയാണ്. അല്ല അച്ഛമ്മ ഇനി എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? അതൊക്കെ ഞാൻ വന്നോളാം. ദേ മോളെ സൂക്ഷിച്ചോണം കേട്ടോ, വീട്ടിൽ പോയിട്ട് വിളിക്ക് എന്നും പറഞ്ഞ് അച്ഛമ്മ ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ സച്ചിൻ രേവതിയൊക്കെ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് ശ്രീകാന്തും വർഷയും ശ്രുതിയും എല്ലാവരും അവിടെ ഹാളത്തിൽ നിന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രേവതിയും കൊണ്ട് സച്ചി കയറി വരുന്നുണ്ട്. എല്ലാവർക്കും കൂടെ ലഡു കൊടുക്കാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താടാ ഇത്ര സന്തോഷത്തില്? പെട്ടെന്ന് നമ്മുടെ വർഷ ഓടി വന്നിട്ട്, ചേച്ചി എന്താ പറ്റിയത്? ഹോസ്പിറ്റലിൽ പോയിരിക്കാന്ന് പറഞ്ഞല്ലോ, എന്താ ലഡു വിതരണമൊക്കെ? സന്തോഷമുള്ള ന്യൂസ് വല്ലാണോ എന്ന് ചോദിക്കുമ്പം രേവതി ചിരിക്കാണ്. ആ ചേച്ചിയുടെ ചിരി കണ്ടോ, അപ്പോൾ സന്തോഷമുള്ള ന്യൂസ് തന്നെയാ. സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞാനേ ഒരച്ഛനാവാൻ പോവാ എന്ന് പറയുമ്പം മനസ്സിലായടാ കള്ള എന്നും പറഞ്ഞുകൊണ്ട് രവിയാണെങ്കിൽ സച്ചിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്തായാലും ഒരു സന്തോഷവാർത്ത നിങ്ങൾ തന്നെ ആദ്യം കേൾപ്പിച്ചല്ലോ, ബാക്കി 2 പേർക്കും ഒരു മാറ്റവും ഇല്ല എന്ന് പറയുമ്പോൾ
ചന്ദ്രയ്ക്ക് മാത്രം മുഖത്തൊരു സന്തോഷമില്ല കേട്ടോ, ഇങ്ങനെ കലിപ്പിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് വർഷ പറഞ്ഞിട്ട്, ആൻറ്റി ഇന്ന് രാവിലെയല്ലേ എന്നോട് സുധിച്ചേച്ചിനും രേവചേച്ചിനും പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞുണ്ടാവണമെന്ന്. അപ്പോഴേക്ക് രേവതി പറയാണ്, എന്നോട് ആൻറ്റി അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ, എൻ്റെ അടുത്ത് ആൻറ്റി മിണ്ടിട്ട് പോലും ഇല്ലെന്ന് എന്ന് പറയുമ്പോൾ വർഷ പറയാണ്, അല്ല രാവിലെ വന്ന് ശ്രുതിച്ചേച്ചിയോടും എന്നോടും പറഞ്ഞു എത്രയും പെട്ടെന്ന് ഗർഭിണിയാവണം, ഒരു കുഞ്ഞിക്കാല് കാണണമെന്നൊക്കെ. പിന്നെ രേവതി ചേച്ചിയോട് പറയാൻ പോവാണെന്നാണല്ലോ അമ്മ പറഞ്ഞത്, എന്നിട്ട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കാണ്. ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ശ്രുതിക്ക് വലിയ സന്തോഷമൊന്നുമില്ല, മുഖമൊക്കെ കനപ്പിച്ച് കയറ്റി വെച്ചിട്ടിരിക്കുകയാണ്. സച്ചി പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് വർഷേ, എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ഭാര്യ ഗർഭിണിയാവുന്നുണ്ട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അവൾ കാശുകാരിയൊന്നും അല്ലല്ലോ, നിന്റെ അച്ഛനെ പോലെയോ വർഷയുടെ അച്ഛനെ പോലെയോ ബിസിനസ്മാൻ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്ക് അതിനൊന്നും വലിയ താല്പര്യം കാണില്ല എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, എന്താ ആൻറ്റി ഇത്, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആരുടെ മോനല്ലേ സച്ചിയേട്ടൻ, മരുമകളല്ലേ രേവതി ചേച്ചി. അപ്പോൾ ഈ ഒരു കാര്യം ഉണ്ടാപ്പം ആൻറ്റി മുത്തശ്ശിയാവാൻ പോകണമെന്ന് അറിയുമ്പോൾ ഏറ്റവും സന്തോഷിക്കേണ്ടത് ആൻറ്റിയല്ലേ, എന്നിട്ടിങ്ങനെ മാറി നിന്നാലോ, കഷ്ടം തന്നെ കേട്ടോ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അയ്യോ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് വർഷേ, പിന്നെ ഞാൻ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതൊക്കെ മനസ്സിലായി, ആൻറ്റി ഒന്നും മിണ്ടുന്ന പോലും ഇല്ലല്ലോ, ഇത്രയും സംഭവം നടന്നിട്ട് ഒന്ന് കൺഗ്രാറ്റ്സ് എല്ലാം പറഞ്ഞോ, പോട്ടെ ഒന്ന് കെട്ടിപ്പിടിക്കെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിക്കാണ്. പിന്നെ ഇവളെ കെട്ടിപ്പിടിച്ചിട്ട് എനിക്കിപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ ദേഷ്യപ്പെട്ട് നിൽക്കായിരിക്കും. ചേച്ചി ഇങ്ങോട്ട് ഒന്ന് ഇരുന്ന് ചേച്ചി, പിന്നെ 3 മാസം കഠിനമായിട്ട് 3 മാസം അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ല സച്ചിയേട്ടാ എന്ന് പറയുമ്പം, അതേ വർഷേ 3 മാസം തന്നെ വലിയ കട്ടിയുള്ള ജോലി ഒന്നും ചെയ്യാൻ പാടില്ല, വെയിറ്റ് എടുക്കാൻ പാടില്ല, ഒരുപാട് ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പൂക്കച്ചവടം 3 മാസത്തേക്ക് ഈച്ചനെ ഏൽപ്പിക്കാൻ പോവാ എന്ന് പറയുന്നുണ്ട്. 3 മാസം കഴിഞ്ഞാലും സ്കൂട്ടറിലൊന്നും അത്ര നടക്കാൻ പോണില്ല എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, ആ ഒരു കാര്യത്തിൽ അച്ഛാ എനിക്ക് വിഷമം, എൻ്റെ തൊഴിലല്ലേ അത് മുടങ്ങുമെന്ന് അറിയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് എന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നമുക്കൊരു കുഞ്ഞല്ലേ രേവതി വലുത്, സാരമില്ല, ഈച്ച ആ കാര്യമൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ നോക്കിക്കോളും, പിന്നെ സച്ചിയും നിന്റെ അമ്മയൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടല്ലോ, അതൊക്കെ മുറക്കി നടന്ന് പൊക്കോളും എന്ന് പറയാണ്. ചന്ദ്രേ നീ പോയിട്ട് എത്രയും പെട്ടെന്ന് ഒരു പായസം റെഡിയാക്ക്. ചന്ദ്ര ചോദിക്കാണ്, ഇപ്പൊ എന്തിനാ പായസം, എന്തിനാന്ന് നിനക്ക് മനസ്സിലായില്ലേ, നമ്മളെ ഒരു മുത്തശ്ശനാവാൻ പോവാ, അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് പോയി ഒരു പായസം അങ്ങോട്ട് തയ്യാറാക്ക് എന്നൊക്കെ പറയാണ്. ചന്ദ്ര ദേഷ്യപ്പെട്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെങ്കിലോ ഒരു കൺഗ്രാറ്റ്സ് പോലും പറയാതെ അകത്തേക്ക് കയറി പോകുമ്പം വർഷ ചോദിക്കുന്നുണ്ട്, എൻ്റെ പൊന്നു ശ്രുതി ചേച്ചി, ഈ രേവതി ചേച്ചിയല്ലേ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി തരുന്നത്, ശ്രുതി ചേച്ചിയുടെ സ്വന്തം ചേച്ചിയെ പോലെയല്ലേ നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയും നമ്മളൊരു വീട്ടിൽ തന്നെ താമസിക്കുന്നവരല്ലേ, അപ്പോൾ ഒരു കൺഗ്രാറ്റ്സ് എങ്കിലും പറഞ്ഞിട്ട് പോകുന്നതല്ലേ ഒരു മാനേഴ്സ് എന്ന് ചോദിക്കുമ്പം, അയ്യോ വർഷേ ഞാൻ മറന്നുപോയതാ, രേവതി കൺഗ്രാറ്റ്സ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. സച്ചി പറയുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് പറ്റിയ മരുമകൾ തന്നെയാ ഈ ശ്രുതി പാർലെടുത്തി, പക്ഷേ അതിനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മാറാനൊന്നും പോകുന്നില്ല. എന്തായാലും രേവതി നീ ഇവിടെ കുറച്ചു നേരം ഇരിക്ക്, ഇത്രയും നേരം ഹോസ്പിറ്റലിൽ നടക്കുകയൊക്കെ ചെയ്തതല്ലേ, എടാ നീ കൊണ്ടുപോയി മോളെ മുറി കിടത്തിക്കേ. അപ്പം നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്, അച്ഛാ അതിന് മുറിയൊന്നും ഇല്ലല്ലോ. അയ്യോ ആ പറഞ്ഞത് ശരിയാണല്ലോ, എടാ ശ്രുതി രണ്ടുപേരും ഇറങ്ങി വന്നേ എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ രേവതി ഇനിയിപ്പോൾ സുഖമില്ലായിരിക്കുകയാണല്ലോ, ആൾ പ്രഗ്നൻ്റ് ആയിരിക്കല്ലേ, അതുകൊണ്ട് നിങ്ങളുടെ മുറിയിൽ നിന്ന് നിങ്ങൾ ഇന്ന് തന്നെ ഇറങ്ങണം, അവരെ അങ്ങോട്ടേക്ക് മാറ്റാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്താ ആംഗിളേ ഇത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വർഷയുടെ മുറിയിലേക്ക് മാറ്റിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. വർഷ പറയുന്നുണ്ട്, അത് സാരില്ലെങ്കിലേ രേവതി എൻ്റെ മുറി കിടക്കട്ടെ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം. അയ്യോ അതൊന്നും ശരിയാവില്ല മോളെ, അങ്ങനെ എങ്ങനെ പോയാൽ നിങ്ങളുടെ അമ്മ പിന്നെ അത് മതി പ്രശ്നം കൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്. അത് പിന്നെ ആങ്ങളെ ഈ ഹാളിലൊക്കെ കിടക്കുന്നത് എനിക്ക് ഭയങ്കര മടിയാ, ഏസില്ലാതെ എനിക്ക് ഉറക്കം വരില്ല, അതുകൊണ്ടാ. അപ്പം ശ്രുതി പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തന്നെയാ, ഏസില്ലാതെ എനിക്ക് ഉറക്കം വരില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ മുറിന്ന് ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതെന്താ ഞങ്ങൾക്കിടക്ക് 2 നിയമം, വർഷയ്ക്ക് ഇറങ്ങാൻ പറ്റില്ലെങ്കിലേ എനിക്കും ഇറങ്ങാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഞങ്ങൾ ജോലി കഴിഞ്ഞ് വരുന്നവരാ, ഞങ്ങൾക്ക് നല്ല ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട്, മുറിയിൽ നിന്ന് ഇറങ്ങാൻ എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ശ്രുതി മുകളിലേക്ക് കയറി പോവാണ്. രേവതി പറയുന്നുണ്ട്, അച്ഛാ അതൊന്നും വേണ്ട, എന്തിനാ വീട്ടിൽ വെറുതെ ഒരു വഴക്കുണ്ടാക്കുന്നേ, വെറുതെ നാണക്കേടായിട്ട്, ഈ ഹാളിലെ സ്ഥലമുണ്ടല്ലോ ഞാൻ ഇവിടെ കിടന്നോളാം. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി വേണ്ട അവിടെ കിടക്കണ്ട, അവിടെ ഇപ്പോൾ തറയിൽ നല്ല തണുപ്പായിരിക്കും, ഈ സമയത്ത് തറയിൽ കിടന്നത് അത്ര ശരിയല്ല, നീ തൽക്കാലം അച്ഛനും അമ്മയും മുറിലോട്ട് ചെല്ല്, അവരിപ്പോൾ കിടക്കുന്നില്ലല്ലോ, സന്ധ്യ ആയതല്ലേ ഉള്ളൂ എന്ന് പറയാണ്.
രവി പറയുന്നുണ്ട് ശരിയാ മോളെ, മോൾ തൽക്കാലം അങ്ങോട്ട് ചെല്ല്, എന്താ വേണ്ടതെന്ന് രാത്രി തീരുമാനിക്കാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ രേവതിയാണെങ്കിൽ ചന്ദ്രയുടെ മുറിയിലേക്ക് പോയി കിടക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്ര ഈ സമയം പായസമൊക്കെ ഉണ്ടാക്കാണ്. പുറത്ത് നടക്കുന്ന ബഹളവും വഴക്കും എല്ലാം തന്നെ ചന്ദ്ര കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും മിണ്ടാതെ ദേഷ്യപ്പെട്ട് അവൾക്ക് ഗർഭിണിയാകാൻ കഴിയുന്ന സമയം എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അവിടെ ഇരുന്ന് ആ പായസമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. സച്ചിയും അതുപോലെ തന്നെ രവിയും കൂടി പുറത്തിരുന്ന് സംസാരിക്കായിരിക്കും കേട്ടോ. ഈ ഒരു സമയത്ത് ഇവർ കാണാതെ പതിയെ ചന്ദ്ര മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ചെന്നിട്ട് രേവതി തട്ടി ഉണർത്തുന്നുണ്ട്. എന്തൊരു ഉറക്കമാടിയത്, നീ എന്താ നേരം രാത്രിയാവൊന്നും അറിഞ്ഞില്ലേ? ആദ്യത്തെ ദിവസം തന്നെ ഇത്രയൊക്കെ ക്ഷീണമാണെങ്കിൽ ബാക്കി ദിവസമൊക്കെ നീ എടുത്തിവിടെ മറച്ചു വെക്കുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അമ്മേ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് കിടന്നതാ. അതെ, ഇവിടെ രാത്രി ആർക്കും ആഹാരമൊന്നും കഴിക്കണ്ടേ, ഇങ്ങോട്ട് എണീച്ച് വന്നടി, അടുക്കളയിലേക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കിയേ. അമ്മയെ രാത്രി 9 മണിയായില്ലേ, ഞാൻ ഇന്നൊരു ദിവസം കിടന്നോട്ടെ, അമ്മയെ അവരെ ആരെങ്കിലും വിളിച്ചൊന്ന് ചെയ്യിപ്പിക്കുക, അല്ല അമ്മയെന്ന് ചെയ്യ്. ഓഹോ, അവരൊക്കെ കഷ്ടപ്പെട്ട് ജോലിയും കഴിഞ്ഞൊന്ന് കിടക്കുന്നവരാ, അവർ വേണോട്ട് ജോലി ചെയ്യാൻ എന്ന് പറയുമ്പോഴേക്കും സച്ചി വാതൊക്കെ നിൽക്കാണ്. അവരെന്താ ജോലി ചെയ്താല് അവരുടെ കയ്യിലെ വളവല്ല ഊരിപ്പോവോ എന്ന് ചോദിക്കാണ്. ചന്ദ്രൻ ഞെട്ടി നിൽക്കുന്നുണ്ട്. രവി പറയുന്നുണ്ട്, എന്തായാലുവേ രേവതി മോൾ എണിച്ച് ഒന്നും ഉണ്ടാക്കാൻ പോണില്ല, നിന്നെ കൊണ്ട് പറ്റുമെന്ന് ചെയ്താൽ മതി. നിന്റെ 2 മരുമക്കളുണ്ടല്ലോ, അവരെ കൂടെ വിളിക്ക്, മക്കളും ഉണ്ടല്ലോ, അവരെയൊക്കെ എന്തിനാ നിർത്തിയിരിക്കുന്നത്? വയ്യാതെ നിർത്തുന്ന രേവതി തന്നെ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരണം അല്ലടി എന്ന് ചോദിക്കാണ്. ചന്ദ്രയപ്പം ഒന്നും മിണ്ടുന്നില്ല. രവി പറയുന്നുണ്ട്, ദേ ഇത്രയും കാലത്തെ പോലല്ല, രേവതി മോളോട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അടിച്ചിന്റെ അണപ്പലയും പറിക്കും എന്ന് പറയാണ്. അച്ഛ വഴക്കുണ്ടാക്കണ്ട, ഞാൻ എഴുന്നേറ്റോളാം, മോളോട് കിടക്കും മോളെ, ഇപ്പൊ എന്തായാലും ബാക്കിയുള്ളവരങ്ങ് ചെയ്തോണ്ടാ മതി, മോളില്ലെങ്കിൽ ഈ വീട്ടിലിറങ്ങി ആഹാരം കഴിക്കണ്ടേ എന്നും പറഞ്ഞ് രവി ദേഷ്യപ്പെട്ട് ചന്ദ്രനെ വിളിച്ച് പുറത്തേക്ക് ഇറക്കാണ്. കണ്ണ് പറ്റിയ അപ്പ അമ്മ കൂടെ ഓടി ചെല്ലുവല്ലേ, നാണമില്ലല്ലോ അമ്മയ്ക്ക്. ഛേ, ഓർക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട്. ഓരോ സിനിമയിലൊക്കെ കാണുന്ന വില്ലത്തി അമ്മായിമ്മമാരെ പോലെ നാണമില്ലല്ലോ അമ്മയ്ക്ക് എന്നും പറഞ്ഞ് സച്ചി വഴക്ക് പറയാണ്. ഈ സമയം വർഷ വരുന്നുണ്ട്. എന്താ ആൻറ്റി, എന്താണ് പ്രശ്നം? അപ്പോൾ രവി പറയുന്നുണ്ട്, ശ്രുതി എവിടെ എന്ന് ചോദിക്കാണ്. ശ്രുതിയും ഇറങ്ങി വരുന്നുണ്ട്. ശ്രുതിയും വർഷയിടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. രേവതി മോൾക്ക് നല്ല റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരുപാട് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്കും പറഞ്ഞാൽ മനസ്സിലാവല്ലോ, അതുകൊണ്ട് ഇനി മുതൽ അടുക്കള ജോലികളും ബാക്കി എല്ലാ ജോലികളും നിങ്ങളോ രണ്ടുപേരും പിന്നെ നിങ്ങളുടെ അമ്മായിമ്മയും കൂടി വേണം ചെയ്യാനായിട്ട്. പറഞ്ഞത് മനസ്സിലായല്ലോ എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, അതിനെന്താ ആംഗിളെ, നിങ്ങൾ വിളിച്ചാൽ മതി, ഞാനെല്ലാം ചെയ്തോളാം എന്ന് പറയാണ്. ശ്രുതിയും അത് മൂളി കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അച്ഛാ പിന്നെ അച്ഛമ്മ വിളിച്ച കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അച്ഛമ്മ നാളെ തന്നെങ്കിലും ആൻറ്റിയും രേവതി ശുശ്രൂഷിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ ശ്രുതി ഞെട്ടുന്നുണ്ട്. അച്ഛമ്മ നാളെ വരുമെന്നോ? അതെ, അച്ഛമ്മ നാളെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചില കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അച്ഛമ്മയും എത്തും എന്ന് പറയാണ്. ശരിക്കും നമ്മുടെ ശ്രുതി പേടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അടുക്കളയിലേക്ക് പോയിട്ട് എല്ലാം പാചകം ചെയ്ത് ഹാളിലേക്ക് എത്തിക്കാണ്. നമ്മുടെ രേവതിനെ വിളിച്ചുകൊണ്ട് സച്ചി വരുന്നുണ്ട്. എല്ലാവരും ഇരുന്ന് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ കിടക്കാറാകുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, ചന്ദ്രൻ രേവതിയും ആ മുറി കിടക്കട്ടെ, ഞാനും സച്ചി എന്തായാലും ഹാളിൽ കിടന്നോളെന്ന് പറയുമ്പോൾ, അയ്യോ അച്ഛൻ ഹാളിൽ കിടക്കണ്ട, അച്ഛനങ്ങനെ കിടന്ന് ശീലമൊന്നുമില്ലല്ലോ. എടാ അത് സാരമില്ല, നമുക്ക് രണ്ടുപേർക്കും ഓരോ കഥയൊക്കെ പറഞ്ഞങ്ങ് കിടക്കാടാ, ഇന്ന് അമ്മായിമ്മ മരുമോളും കിടക്കട്ടെ എന്ന് പറയാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് മോളത്തെ മുറിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, ഏറിപ്പോയ 1 മാസം, അതിനിപ്പുറം നമുക്ക് അതിന്റെ പണി പൂർത്തിയാക്കണം എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഒരു 3 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് മതിയടാ, അതും കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ബാക്കി പൈസയൊക്കെ അപ്പൊ ദൈവം എവിടെന്നെങ്കിലും കൊണ്ട് തരുവടാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവ പറഞ്ഞിട്ട് നമ്മുടെ രേവതിയും ചന്ദ്രനും കൂടെ ആയിരിക്കും ഒരു മുറിയിൽ കിടന്നുറങ്ങുക. അതുപോലെ തന്നെ സച്ചിയും നമ്മുടെ അച്ഛനും കൂടി കൂടിയിട്ട് ഹാളിലും കിടന്നുറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ നമ്മുടെ അച്ഛമ്മ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അച്ഛമ്മ വന്നിട്ട് അച്ഛമ്മ രാവിലെ തന്നെ വരുന്നുണ്ട്. വന്നിട്ട് കുറേ പലഹാരങ്ങളൊക്കെ കൊണ്ടുവരികയാണ് കേട്ടോ. അതുപോലെ നേരത്തെക്കൊലയും അങ്ങനെ കുറേ സാധനങ്ങളെ കൊണ്ടാണ് അച്ഛമ്മ വരുന്നത്. അച്ഛമ്മ കണ്ട പാടത്ത് നമ്മുടെ ശ്രുതിയുടെ റിലേക്ക് പോയിരിക്കുകയാണ്. രേവതി ആണെങ്കിലോ ഓടി വന്ന് അച്ഛമ്മേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. വർഷം വന്ന് അച്ഛമ്മയെ കണ്ട സന്തോഷത്തിൽ നിൽക്കുകയാണ്. അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സംഭവം കേട്ടപ്പോഴേ ഒരുപാട് ഞാൻ സന്തോഷിച്ചു മോളെ, ഇന്നലെ കൂടി അമ്പലത്തിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് നല്ല 3 പേർക്കും ഓരോ കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അച്ഛമ്മ അകത്തേക്ക് കയറുന്നുണ്ട്. അല്ല ചന്ദ്ര ഇവിടെങ്ങും ഇല്ലേ? അയ്യോ അകത്തുണ്ടമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരാണ്. അല്ലടി, ഒരാൾ വാതിക്ക് വന്നിക്കുമ്പോൾ നീ അകത്ത് അണിയറക്കകത്ത് കയറി ഇരിക്കുകയാണോ ചെയ്യേണ്ടത്, പുറത്തിറങ്ങി വരണ്ടേടി എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ഞാൻ അടുക്കളയിൽ കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടാമേ. ശരി ശരി,
പിന്നെ രേവതി മോൾ ഗർഭിണിയാണെന്നൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അവളെ ശുശ്രൂഷിക്കേണ്ടതേ ഇനി നീയാ. അത് ഓർമ്മ വേണം. ഒരു പണി അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചേക്കരുത്. 3 മാസത്തേക്കിന് ശരി ഒത്തിരി ഇളകാനോ ഒന്നും പാടില്ല. അയ്യോ അമ്മേ, അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സച്ചി പറയാണ്. ആ ഉണ്ടുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, ഞങ്ങൾ കാണുന്നുമുണ്ട്. ഇന്നലെ രാത്രി തന്നെ സംഭവിച്ച കാര്യമൊക്കെ പറയണം അച്ഛമ്മയോട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അമ്മേ അതൊന്നും അമ്മേ, ഒരു പ്രശ്നമില്ല, നീ ഒന്ന് പോടാ. ഈ വീട്ടിലെ എല്ലാ ജോലികളും ഞാനും എൻ്റെ 2 മരുമക്കളും ബാക്കി 2 പേരും കൂടി ചെയ്തോളാമേ, ഒരു കുഴപ്പമില്ല. ശ്രുതിക്കും വർഷയ്ക്കും ജോലി ചെയ്യുന്നെങ്കിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? അച്ഛമ്മ ചോദിക്കുമ്പോൾ 2 പേരും ഒരു തടസ്സമില്ല എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ രേവതിക്കായിട്ട് കുറേ പലഹാരങ്ങളും അതും ഇതൊക്കെ നമ്മുടെ അച്ഛമ്മ കൊണ്ട് കൊടുക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ സച്ചിയോട് പറയുന്നുണ്ട്, അല്ല റൂം പണിയുടെ കാര്യം എന്തായടാ? അത് പിന്നെ അച്ഛമ്മേ, ഞങ്ങളുടെ കയ്യിൽ 3 രൂപയുള്ളൂ, ബാക്കി 4 രൂപ ഉണ്ടല്ലേ പണി പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. എടാ നിന്റെ അത്രയും പൈസയില്ലേ, നീ ആദ്യം ആ പൈസയ്ക്ക് പണി തുടങ്ങ്, ബാക്കി കാര്യം ഞാനേറ്റു. അയ്യോ അച്ഛമ്മേ, അത് പിന്നെ അവൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ശപഥം ചെയ്തതാ, എൻ്റെ പൈസ കൊണ്ടേ ഇത് ചെയ്യുള്ളൂന്ന്. എടാ നീ ഇപ്പം ഒരാളുടെ നിന്ന് പലിശയ്ക്ക് പൈസ എടുക്കുവാണെങ്കിൽ അത് നിന്റെ കാശല്ലേ? അതെ അച്ഛമ്മേ, അച്ഛമ്മേന്ന് അങ്ങനെ പറഞ്ഞത്. ആ എന്നും പറഞ്ഞിട്ട് അച്ഛമ്മയുടെ പേഴ്സിൽ നിന്ന് 4 ലക്ഷം രൂപ എടുത്ത് സച്ചിയുടെ കയ്യിൽ കൊടുക്കാം കേട്ടോ. ഈ ഒരു കാഴ്ച കാണുമ്പം ശ്രുതി ശരിക്കും ശ്രുതിയൊക്കെ ഞെട്ടി നിൽക്കാണ്. അച്ഛമ്മ എന്തായത്? അതെ, ഞാനൊരു പലിശ കൊടുക്കുന്ന ആളാണെന്ന് നീ അങ്ങ് കരുതിയാൽ മതി. ദാ 4 ലക്ഷം രൂപ പലിശ മുതൽ സഹിതം എനിക്ക് തിരിച്ചു തരണം അച്ഛമ്മ. അത് പിന്നെ മാസം ഇതിന് പലിശ എന്ന് വേണം, എനിക്ക് 2000 രൂപ തരണം. 2000 രൂപ പലിശയുള്ളോ? അച്ഛമ്മേ, 4 ലക്ഷം രൂപയ്ക്കൊക്കെ 16,000 രൂപ 18,000 രൂപയൊക്കെ പലിശയാ എന്ന് ശ്രുതി പറയുമ്പോൾ, ഞാനേ കുറഞ്ഞ പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളെന്ന് കരുതിയാൽ മതി. ഇതേ കണ്ടല്ലോ, മാസം 2000 രൂപ പലിശ എനിക്ക് തിരിച്ചു തരണം. അതുപോലെ തന്നെ മുതലായിട്ട് ഒരു 3000 രൂപയും കൂടി, അങ്ങനെ 5000 രൂപ എൻ്റെ കയ്യിൽ മാസം എത്തിച്ചേക്കണം, മനസ്സിലായല്ലോടാ എന്ന് പറയുന്നുണ്ട്. അത് ഏറ്റു അച്ഛമ്മേ എന്ന് പറയാണ്. ഇപ്പോൾ ഇത് ഇവൻ്റെ പൈസയാണല്ലോ, ഇവൻ പലിശയ്ക്ക് എടുത്താണ് മുറി പണിയാൻ പോണത്. അതുകൊണ്ട് അതിലാരും വിഷമിക്കണ്ട. പിന്നെ നിനക്ക് 1 മാസം ഡ്യൂ വന്നാലും നിന്നെ കഴുത്തിന് ഞാൻ പിടിക്കുവോ? റൂം ഒന്ന് സേസ് ചെയ്തിട്ട് പോവാൻ ഒന്നും ചെയ്യില്ല. നീ തരുമ്പം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ അവരുടെ പ്രശ്നത്തിന് നല്ലൊരു വഴി തന്നെ കണ്ടുപിടിക്കാൻ കേട്ടോ. കാരണം ഇപ്പം അത് സച്ചിയുടെ പൈസയാണ്. അച്ഛമ്മ കൊടുക്കുകയും ചെയ്തു. പലിശ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ തുച്ഛമായ പൈസ മാത്രമല്ലേ 1000 രൂപയൊക്കെ മേടിക്കുന്നുള്ളൂ. മുതലും പതിയെ തിരിച്ചടയ്ക്കാനും പറയുന്നുണ്ട്. അപ്പം ഈ ഒരു സംഭവത്തിൽ ആർക്ക് സച്ചിനെ ഒന്ന് കൊച്ചാക്കാനും പറ്റില്ല, അതുപോലെ തന്നെ സച്ചിക്കൊരു ഗിൽട്ടി ഫീൽ ഇല്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും അച്ഛമ്മ നല്ലൊരു തീരുമാനം തന്നെ എടുത്തിരിക്കുകയാണ്. അച്ഛമ്മ പറയുന്നുണ്ട്, സച്ചി ഇനി നീ എങ്ങോട്ടും പോകണ്ട, ഇന്നത്തെ ദിവസം എത്രയും പെട്ടെന്ന് ഒരാളെ വിളിച്ചുകൊണ്ടെന്ന് അതിന് എന്തൊക്കെയാണോ ചെയ്യണ്ടേ അതൊക്കെ ചെയ്തോ. കൃത്യം 2 ആഴ്ചക്കുള്ളിൽ വീടിൻ്റെ റൂമിൽ വാർക്ക് നടന്നിരിക്കണം. അതുമാത്രമല്ല എത്രയും പെട്ടെന്ന് രേവതി മോളെ ഇങ്ങനെ അവിടെ ഇവിടെ കിടത്താൻ പറ്റില്ല. നിങ്ങൾക്കും സ്വന്തമായിട്ട് ഒരു മുറി വേണ്ടേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ പണി പൂർത്തിയാക്കണം. ബാക്കി ഇവിടെ ഉള്ളവരുടെ മുറി പോലല്ല, നല്ല AC-യും എല്ലാ സൗകര്യങ്ങളുള്ള നല്ല വലിയൊരു മുറി തന്നെ പണിയണം. ഇനിയിപ്പം നിങ്ങൾ 2 പേര് മാത്രമല്ല, പുതിയ ആളുകൂടി വരാൻ പോവല്ലേ, അയാൾക്ക് തൊട്ടിൽ കെട്ടാനും അയാൾക്ക് കിടക്കാനും കളിക്കാനും ഒക്കെയുള്ള സൗകര്യമുള്ള ഒരു മുറി വേണം എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ സച്ചിൻ അവിടുന്ന് അങ്ങനെ ചിരിക്കുന്നുണ്ട്. ചന്ദ്ര ആണെങ്കിൽ ദേഷ്യപ്പെട്ട് മുറുമുറുത്തോണ്ട് നിൽക്കുകയാണ്. ശ്രുതിയോട് പറയാണ്, അതെ ആ മുറി വലുതാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് മാറിയാലോ. ശ്രുതി പറയുന്നുണ്ട്, വെറുതെ നിങ്ങൾ അച്ഛമ്മേടനെ തല്ലി മേടിക്കാൻ നിൽക്കണ്ട, മിണ്ടവിടങ്ങാൻ നിൽക്ക് എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ സച്ചി അന്ന് തന്നെ പോയിട്ട് ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ പണിയൊക്കെ പൂജയെല്ലാം കഴിഞ്ഞിട്ട് പണിയൊക്കെ ആരംഭിക്കാൻ കേട്ടോ. അതുകൊണ്ട് അച്ഛമ്മ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലല്ലോ, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാം. തൽക്കാലം ചന്ദ്രയും രേവതിയും കിടന്നാൽ മതി, രവിയും സച്ചിയും കൂടി ഹാളിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ടോ അച്ഛമ്മ പോണത്. അങ്ങനെ സമ്മതിച്ച് രവിയും സച്ചിയും കൂടെ സെറ്റിയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടിട്ട് അവരതൊരു കട്ടില് പോലെ തന്നെ ലെവലാക്കിയിട്ട് അവിടെ കിടക്കാം കേട്ടോ. ഇവർക്ക് ഒരു കട്ടില് മേടിച്ചിട്ട് ബെഡും കൂടെ മേടിച്ചിട്ടാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. അതല്ലെങ്കിൽ തന്നെ മേളിൽ 2ാം നിലയിൽ ഇഷ്ടം പോലെ ഹാള് കിടക്കാണ്. അവിടെ എവിടെയെങ്കിലും ഒരു മുറിവുകൾ തല്ലിക്കൂട്ടിയാൽ മതിയായിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെയറിൻ്റെ കീഴെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, അതും ഒരു മുറിയായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്താൽ ഈ മുറിയുടെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നത്. തമിഴിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു കുടിസ് വീടായിരിക്കും കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ വീടാണല്ലോ കാണുക, അതുകൊണ്ട് തന്നെ അവിടെ തീരെ സ്ഥലം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട്
അവിടെ ഒരു രേവതിക്കായിട്ട് സച്ചിയാണെങ്കിൽ ഒരു കട്ടിൽ തന്നെ മേടിച്ച് ഹാളിൽ കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. രേവതി ഹാളിലെ കട്ടിലാണ് കിടക്കുന്നത്. പക്ഷെ സച്ചിയാണെങ്കിൽ പഴയതുപോലെ ടെറസിലാണ് കിടക്കുന്നത്. ബാക്കി രണ്ടുപേർക്കും മുറിയുണ്ട് കേട്ടോ. പക്ഷേ ഇതുവരേക്കും തമിഴിലിപ്പോൾ ഏകദേശം നമ്മുടെ ശ്രുതിയുടെ കളത്തിനെല്ലാം കണ്ടുപിടിച്ചു കേട്ടോ. ആ ഒരു സമയമായിട്ട് പോലും ഇവർക്കൊരു മുറിയില്ല. എന്തായാലും മലയാളത്തിൽ അതിന് മുമ്പേ തന്നെ നമ്മുടെ രേവതിക്ക് സച്ചിക്കുമായിട്ട് ഒരു മുറിയൊക്കെ പണിയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവാണ്. കാരണം അവർ ഒരുപാട് നാൾ കൊണ്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണല്ലോ രണ്ടുപേർക്കുമായിട്ട് സ്വന്തമായിട്ടൊരു മുറി. വിവാഹം കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഒരു മുറി വേണമെന്നുള്ളത് വലിയൊരു ആഗ്രഹം തന്നെയാണല്ലോ. ഇങ്ങനെ അടിയും വഴക്കുമായിട്ട് ഒന്ന് കിടക്കാൻ പോലും ആവാതെ നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് വയ്യാതാകുമ്പോഴൊക്കെ ഒന്ന് കിടക്കാനെങ്കിലും കഴിയുന്നില്ലെങ്കിൽ പിന്നെ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കുമല്ലേ. അങ്ങനെ സച്ചി അവിടുത്തെ വീടിൻ്റെ പണിയൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 ആഴ്ച കൊണ്ട് തന്നെ റൂമിൻ്റെ വാർക്ക് പരുവെത്തുന്നുണ്ട്. അങ്ങനെ വീടിൻ്റെ വാർക്കൊക്കെ കഴിയുന്നുണ്ട്. അങ്ങനെ കൃത്യം 1.5 മാസം കൊണ്ട് തന്നെ ആ റൂമിൻ്റെ എല്ലാ പണിയും തീർത്ത് ഫർണിഷിങ് സഹിതം കഴിയുന്നുണ്ട്. അങ്ങനെ ഈ മുറി കാണുമ്പോൾ നമ്മുടെ ശ്രുതിക്കും ഭയങ്കര അസൂയാവുന്നുണ്ട് കേട്ടോ. ഇവരെക്കാട്ടിലൊക്കെ നല്ല ഇരട്ടി വലിപ്പത്തിലുള്ള അതുപോലെ തന്നെ നല്ല ഫർണിഷിംഗ് ഒക്കെ ചെയ്ത് AC ഒക്കെ പിടിപ്പിച്ച നല്ലൊരു മുറിയാണ് കേട്ടോ. AC യും അതുപോലെ തന്നെ ഇവർക്കുള്ള കട്ടിലും അതുപോലെ നല്ല കൂടിയും മെത്തയും നല്ലൊരു അലമാരിയൊക്കെ ഓഫർ ചെയ്യുന്ന നമ്മുടെ അച്ഛമ്മ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം അച്ഛമ്മ മേടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു റൂമിൻ്റെ ഉദ്ഘാടന സഹിതം വെക്കുന്നുണ്ട് കേട്ടോ. ഉദ്ഘാടനത്തിന് രേവതിയുടെ അമ്മയും അനിയത്തിയൊക്കെ വിളിക്കുന്നുണ്ട്. അച്ഛമ്മയൊക്കെ വരികയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഒരു വീടുമില്ലാണ് പണിയുന്നത്, ഇത്രയും പേരെയൊക്കെ വിളിച്ചു കൂട്ടാൻ? അപ്പോൾ അച്ഛമ്മ പറയാണ്, അതിലൊന്നും നീ കൈകടത്തണ്ട, നീ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ മാത്രം നീ അന്വേഷിച്ചാൽ മതി എന്നും പറഞ്ഞ അച്ഛമ്മ നല്ല വഴക്കം പറയുന്നു കേട്ടോ. ശ്രുതി വായും പൂട്ടിയുടെ മിണ്ടാ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ വീടിൻ്റെ പാലുകാച്ചിൽ, അതായത് റൂമിൻ്റെ പാലുകാച്ചിലൊക്കെ നല്ല ബണ്ണം നടത്തുന്നുണ്ട്. അച്ഛമ്മ പറയാണ്, ഒന്നിലും ഒരു മുടക്കം വരുത്തണ്ട, പാലുകാച്ചിലൊന്നും നടത്തിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അതും ചെയ്യാണ്. പൂജയൊക്കെ കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ പുതിയ AC യും അവരുടെ മുറിയിലേക്ക് വേണ്ടിയിട്ട് നല്ലൊരു കട്ടിലും അതുപോലെ ഡൈനിങ് ടേബിളും എന്ന് വെച്ചാൽ ഈ ഓഫീസർക്കൊക്കെ ചെയ്യാനുള്ള ടേബിൾ ഉണ്ടല്ലോ, അത് കൂടെ ഒരു ടേബിള്, പിന്നെ ഒരു തടിയലമാര, അങ്ങനെ എല്ലാ സാധനങ്ങളും അവർക്ക് വേണ്ടി ആ മുറിയിൽ സെറ്റാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അച്ഛമ്മ പറയുന്നുണ്ട്, പിന്നെ എൻ്റെ കൊച്ചുമോളോ ആര് ജനിച്ചാലും അവർക്കുള്ള ഒരു തൊട്ടിലും അത് ഞാൻ തന്നെ പണിയും, തടിയിൽ തീർത്ത ഒരു തൊട്ടില്, അതും ഇനി എൻ്റെ അവകാശമായിട്ടോ, എത്രയും പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ, ദൈവം അനുഗ്രഹിച്ച് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരോഗ്യത്തോടെ എനിക്ക് തന്നാൽ മതിയെന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതിക്ക് 2-ാം മാസം, അതായത് 3-ാം മാസം ആയിരിക്കാണ്. ആ ഒരു സമയം കൊണ്ട് തന്നെ ആ ഒരു റൂമിൻ്റെ പണി ഫിനിഷായിട്ട് അവർ അങ്ങോട്ടേക്ക് മാറുന്നുണ്ട്. ഇനിയിപ്പോൾ സമാധാനം ഉണ്ടല്ലോ, ആരും അടിയും വഴക്കം ഉണ്ടാക്കണ്ട, അതുപോലെ തന്നെ ഹാളിൽ കിടക്കാൻ വേണ്ട. അങ്ങനെ ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതിയുടെ ഡെലിവറി സ്റ്റോറി അപ്ലോഡ് ചെയ്യണമെന്ന് എന്നോട് ഒരു സബ്സ്ക്രൈബർ കുറേ കാലം കൊണ്ട് പറയാണ് കേട്ടോ. എന്നും അത് മറന്നു പോകും. ഇന്ന് എന്തായാലും അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായും നാളെ തന്നെ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യാവേ. നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഡെലിവറി സ്റ്റോറി ഇടുമ്പോൾ എന്നൊരു ചോദിക്കാറുണ്ടായിരുന്നു. എന്തായാലും നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.